ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കിനി ഇദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഗർഭിണിയാണ്. ഇപ്പോ എന്റെ സഹോദരിയും പോയി, എല്ലാരും പോട്ടെ. ഇതെന്തിനാണെന്ന് അറിയാമോ? ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് നീ ഇന്നലെ ചേട്ടനോട് പറഞ്ഞില്ലേ? അതിന് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേട്ടൻ നമ്മളെ വിടുവായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ഭാര്യയായിട്ട് നിന്നെ തന്നെ തിരഞ്ഞെടുത്തത്. തന്റെ മുറിയിൽ ഏതാ ഒരു പെണ്ണ്? എന്റെ വൈഫാ. വൈഫോ? ഒരു യോഗത്തിന് കൈ വന്നതാ, ഞാനിങ്ങ് കൊണ്ടുവന്നു. എന്തുദ്ദേശിച്ചാ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ സാർ? ഇവിടെ ക്യാബറെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ടാണ് തനിക്ക് റൂം തന്നു ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. മറ്റാരെങ്കിലും കൂടെ താമസിപ്പിക്കണമെങ്കിൽ വാടക തരണം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാർ. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു വേണ്ട. ഇന്നു മുതൽ റൂം വാടക ഞാൻ കണക്കിലെടുക്കും. ശരി സാർ. ലോറി വന്ന് കിടക്കാൻ തുടങ്ങി നേരത്രേ. നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ വീട് കയറ്റി അയക്കുന്നത് എങ്ങനെ? സാർ, വീട് കയറ്റി അയക്കാത്തത് എന്റെ കുറ്റം കൊണ്ട്. സ്റ്റോക്ക് ചെക്ക് ചെയ്യാതെ എങ്ങനെയാ ഡെലിവറി കൊടുക്കുന്നത്? അപ്പോ മെഡിക്കൽ ചെക്കപ്പിന് വെല്ലൂർ പോയിരിക്കുന്ന പ്രഭാകരൻ മുതലാളി മടങ്ങി വന്നാലേ ഇത് അയക്കാൻ പറ്റൂ? സാറേ, പുതിയ ഓർഡർ അയക്കുന്നതിന് മുമ്പ് പഴയ സ്റ്റോക്ക് തിട്ടപ്പെടുത്തി മുതലാളിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാറല്ലേ പതിവ്? മുതലാളി മോളും വരാൻ വൈകിയാൽ എന്ത് ചെയ്യും? അവർ ഇന്നത്തെ ഫ്ലൈറ്റിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. കാര്യം ഇതൊന്നുമല്ല. അവരിവിടെ ഇല്ലാത്തപ്പോ ഞാനിത് സുപ്രാവശ്യം ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല, അതല്ലേ സത്യം? അതിപ്പോ ഞാനൂല് പറ്റി വിടർത്തിയ ആരാ പിടിക്കുക? എടോ, ഈ കമ്പനിയുടെ അഭിവൃദ്ധിക്ക് വേർപ്പും രക്തവും ഒഴുക്കിയത് പ്രഭാകരൻ മുതലാളിയല്ല, ഞാനാണ്. സ്റ്റോറിന്റെ താക്കോൽ സോമനെ ഏൽപ്പിച്ചതും ഞാൻ തന്നെയാണ്. പക്ഷേ മുതലാളി പറഞ്ഞിട്ടല്ലേ ഏൽപ്പിച്ചത്? സാർ, ഞാനിപ്പോ എന്ത് ചെയ്യണം? സ്റ്റോർ തുറന്ന് ചരക്കിറക്കണം. സെൻട്രൽ എക്സൈസ് ഓഫീസർമാർ നമ്മുടെ സൗകര്യത്തിനോട് കാത്തു കെട്ടി കിടക്കത്തൊന്നുമില്ല. സോമ, നീ എന്തിനെങ്ങനെ ബേജാറാവുന്നു? സ്റ്റോക്ക് ഇരിക്കുന്ന മുറിന്റെ താക്കോല് എന്റെ കയ്യിൽ, അതിന്റെ കണക്കെഴുതിയുള്ള ബുക്ക് നമ്മുടെ പ്രസാദ് സാറിന്റെ കയ്യിൽ. ഇത് രണ്ട് ശരിയാണോ എന്ന് ഒത്തു നോക്കാനുള്ള കുറിപ്പ് നമ്മുടെ മുതലാളിയുടെ കയ്യിൽ. എന്തിനെങ്ങനെ വിഷമിക്കുന്നു? ശരി, നമുക്ക് സ്റ്റോർ ഒന്ന് ചരക്കിറക്കി കൊടുക്കാം. കണക്കി കണക്കി ഞാൻ നശിച്ചു പോകണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? പക്ഷേ ഞാൻ തെരഞ്ഞെടുത്ത പുരുഷനാണായതുകൊണ്ട് അത് സംഭവിച്ചില്ല. ഉഷേ, ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാനാണ് വന്നത്. കാര്യം? നമുക്കൊരു വീടുള്ളപ്പോ നീ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത് സങ്കടമാണ്. ഉഷേ, ആ വീട് നിനക്കുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ വീടും പറമ്പൊന്നും വേണ്ട. എന്റെ ഭർത്താവ് കോടീശ്വരനാണ്. ഞങ്ങൾ സുഖമായി ജീവിച്ചോളാം. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് നിന്നെ കരുതിയത്. അതുകൊണ്ട് പറയാ, ഒരു വീട് വെച്ച് താമസം മാറുന്നവരെ ദയവ് ചെയ്ത് നീ അവിടെ വന്ന് താമസിക്കണം. പെട്ടെന്ന് സ്നേഹം വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്റെ ഭർത്താവ് പണക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട്. ചേട്ടനോട് പറഞ്ഞേക്കൂ, ബുദ്ധിമുട്ടിന് ഇവിടെ വന്നാൽ എന്തെങ്കിലും തരാമെന്ന്. പക്ഷെ എന്നെ അലട്ടാൻ വന്നേക്കരുത്. ഉഷേ, എനിക്ക് ലഞ്ചിന് സമയമായി. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ.